ഓം നമ ശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലമാണ്. തുലാം രാശിയുടെ 20 ഡിഗ്രി മുതൽ വൃശ്ചിക രാശിയുടെ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് വിശാഖം. വിശാഖം നക്ഷത്രത്തിന് 2 കൂറുകളുണ്ട്. അതിൽ ആദ്യത്തെ 3 പാദത്തിൽ ജനിക്കുന്നവർ തുലാം കൂറും അവസാനത്തെ പാദത്തിൽ ജനിക്കുന്നവർ വൃശ്ചിക കൂറുമായിരിക്കും. 2 കൂറുകാരുടെയും നക്ഷത്രാധിപൻ വ്യാഴം തന്നെയാകുന്നു. വിശാഖം നക്ഷത്രക്കാർ വളരെ സൗന്ദര്യവും കണ്ണുകൾക്ക് തീക്ഷണതയും ഉള്ളവരായിരിക്കും. നല്ല വാക്ക് ചാതുര്യമുള്ള ഇവർ പെട്ടെന്ന് നേടിയെടുക്കുന്നവരായിരിക്കും. ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും വിശാഖം നക്ഷത്ര ജാതകർ. ഞാൻ പറയുന്നത് സമർത്ഥിച്ചെടുക്കുവാനും മറ്റുള്ളവരോട് വാദിച്ച് ജയിക്കുവാനും ഈ നക്ഷത്ര ജാതകർ മിടുക്കരായിരിക്കും. മറ്റുള്ളവർ തന്നെ ഭരിക്കുന്നതോ തൻ്റെ മേലാധിപത്യം ചുമത്തുന്നതോ ഇവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. എവിടെ പോയാലും ഏത് കാര്യത്തിലാലും തനിക്കൊരു നേതൃത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. തന്ത്രപൂർവം എന്ത് കാര്യം നേടിയെടുക്കുവാനും ഇവർ മിടുക്കരാണ്. വിശാഖം നാളുകാർ പൊതുവെ വളരെ ലക്ഷ്യബോധമുള്ളവരാകുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലീകരിക്കുക തന്നെ ചെയ്യും. ചെയ്യുന്ന ജോലി എന്തു തന്നെ ആയാലും വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നവരായിരിക്കും വിശാഖം നക്ഷത്ര ജാതകർ. താൻ ഏറ്റെടുത്ത കാര്യങ്ങൾ എല്ലാം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നവരായിരിക്കും ഇവർ. വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്ന ഇക്കൂട്ടർ ഒരിക്കലും ജീവിതത്തിൽ താഴേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല. മത്സരം വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും വിശാഖം നക്ഷത്ര ജാതകർ. മത്സരിച്ചു വിജയിക്കുക, മത്സരിച്ചു ജയിച്ചു മുന്നേറുക എന്നിവയൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ചെയ്യുന്നവരായിരിക്കും ഇവർ. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാർ കൂടിയാണിവർ. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2, 3, 9 എന്നിവയാണ്. ഇവരുടെ സ്വഭാവം പോലെ തന്നെ സിംഹമാണ് മൃഗമായിട്ട് വരുന്നത്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ സുഖം ലഭിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ആഘോഷം, പ്രണയം, ആഡംബരം എന്നിവ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളായി കൊണ്ടു നടക്കും. മധുരമാർന്ന ശബ്ദമുള്ള നിങ്ങൾ ആരോടും അറിഞ്ഞുകൊണ്ട് മോശപ്പെട്ട് സംസാരിക്കുകയില്ല. വ്യാഴത്തിന്റെ പ്രഭാവത്താൽ കുട്ടിക്കാലം മുതലേ അറിവ് ലഭിക്കുവാനും പഠനത്തിൽ മികച്ചവരും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുവാനുമുള്ള ഭാഗ്യമുള്ളവരാകുന്നു. ശാരീരികമായി കഠിനാധ്വാനം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഈ നക്ഷത്ര ജാതകർ കൂടുതലും ബുദ്ധിപരമായി ആവും കാര്യങ്ങളെ ജീവിതത്തിൽ വീക്ഷിക്കുക. വളരെ സൗഹൃദപരമായ പെരുമാറ്റം കൊണ്ടു നടക്കുന്നതിനാൽ തന്നെ സാമൂഹികപരമായ നിങ്ങളുടെ വലയം വലുതായിരിക്കും. മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അവരുടെ രക്ഷയ്ക്ക് എത്തും. എന്നാൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ആരും തന്നെ കൂടെ ഉണ്ടാകുകയുമില്ല. സാമൂഹിക ക്ഷേമം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നതും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരും. മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന ശബ്ദവും വിനീതപരമായ പെരുമാറ്റമാണിതിനു കാരണം. എല്ലായ്പ്പോഴും മികച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വിശാഖം നക്ഷത്ര ജാതകർ കഠിനമായി പരിശ്രമിക്കാൻ ഒട്ടും മടിയില്ലാത്തവരായിരിക്കും. ഫാഷൻ ഡിസൈനിങ്, മോഡലിംഗ്, സ്റ്റേജ് പെർഫോമർ, റേഡിയോ, ടെലിവിഷൻ, രാഷ്ട്രീയം, ആർമി, ഡാൻസ്, കസ്റ്റം പോലീസ്, സെക്യൂരിറ്റി ഫോഴ്സ്, സെക്യൂരിറ്റി ഗാർഡ് മുതലായവ അനുകൂലമായ തൊഴിൽ മേഖലകളായിരിക്കും. കുടുംബമായി വളരെയധികം അടുപ്പമുള്ളവരും കുടുംബത്തെ സംരക്ഷിക്കാൻ എന്ത് ത്യാഗവും സഹിക്കുന്ന പ്രകൃതക്കാരായിരിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ദൈവകാര്യങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ നാളുകാർ. ശുദ്ധമായ പശുവിൻ നെയ്യ് കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നത് വിശാഖം നാളുകാർക്ക് വളരെ ഉത്തമമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാത്തിനും കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ മുൻകൂട്ടി എല്ലാം ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വളരെയേറെ വിജയകരമായിരിക്കും.
വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ജീവിതത്തിന്റെ ആദ്യകാലം വളരെയേറെ സാമ്പത്തികപരമായി അലയുന്നവരായിരിക്കും. പക്ഷേ എങ്കിലും പിൻകാലത്ത് വളരെയധികം ധനികന്മാരാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്ത് കാര്യവും സാധിക്കാൻ വളരെ താല്പര്യമുള്ളവരായി കാണപ്പെടുന്നു. അത് അറിവാകാം, വാഹനമാകാം, വീടാവാം, വസ്തു ആവാം എന്നിങ്ങനെ പല കാര്യങ്ങളായിരിക്കാം. പൊക്കമുള്ള ശരീരമായിരിക്കും ചില വിശാഖം നക്ഷത്രക്കാർക്ക്. മറ്റു ചിലർ വളരെ പൊക്കം കുറഞ്ഞവരുമാകും. അത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലാബലം കണക്കാക്കിയ ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവരെ കാണുമ്പോൾ അഹങ്കാരികൾ എന്ന് തോന്നുന്നുവെങ്കിലും വളരെ ശുദ്ധ ഹൃദയമുള്ളവരാണ് വിശാഖം നക്ഷത്ര ജാതകർ. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ധീരന്മാരാണെന്ന് ആദ്യ കാഴ്ചയിൽ തോന്നുന്നുവെങ്കിലും വളരെ പേടിയുള്ളവരാണെന്ന് പിന്നീട് തിരിച്ചറിയാൻ സാധിക്കും. വിവാഹബന്ധം പരാജയപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ. വിശാഖം നക്ഷത്രത്തിൽ തുലാം കൂറിൽ ജനിക്കുന്നവർക്ക് വ്യാഴത്തോടൊപ്പം ശുക്രന്റെ സ്വാധീനവും അധികരിച്ചിരിക്കുന്നതിനാൽ തുലാം കൂറുകാർ ജീവിതത്തെ ആഘോഷപരമായി കൊണ്ടുപോവാൻ ഇഷ്ടമുള്ളവരായിരിക്കും. സംഗീതം, സാഹിത്യം, നാടകം, സിനിമ എന്നിവ പോലെയുള്ള മേഖലകളിൽ വൃശ്ചിക കൂറുകാരെക്കാൾ ഇവരായിരിക്കും ഏറെ ശോഭിക്കുക. തൊഴിൽ രംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഇവർ ഒരു തൊഴിലിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടാറില്ല. വിശാഖം നക്ഷത്രത്തിന്റെ തുലാം കൂറിൽ ജനിക്കുന്നവർ നല്ല മുഖശ്രീ ഉള്ളവരും സരള ഹൃദയരുമായിരിക്കും. ഈ കൂറുകാർക്ക് ആഡംബര വസ്തുക്കളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നതാണ്. ജാതകത്തിൽ ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ ആഡംബരപൂർണമായ ജീവിതം തന്നെ ഇവർക്ക് ലഭിക്കും. ജാതകത്തിൽ ചൊവ്വ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ദാമ്പത്യപരമായി ജീവിതം വഷളാകും. ഭാര്യ മുൻകോപിയും തനിഷ്ടക്കാരിയും ഒക്കെ ആയിരിക്കാം. വൃശ്ചിക കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിനോടൊപ്പം ചൊവ്വയുടെ സ്വഭാവമാണ് അധികരിച്ചിരിക്കുക. ഇവർ നല്ല തന്റേടമുള്ളവരും സാഹസിക പ്രവർത്തികളെ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇവരുമായി നയത്തിൽ പോകുന്നതായിരിക്കും മറ്റുള്ളവർക്ക് നല്ലത്. തങ്ങളെ ആശ്രയിച്ച് വരുന്നവരെ ഇവർ കൈവിടില്ല. വഞ്ചനയ്ക്കും ചതിക്കും കൂട്ടു നിൽക്കുന്നവരല്ല വിശാഖം നക്ഷത്രക്കാർ. സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്ന് വിജയത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകും ഇവർ. ഇവരെ സംബന്ധിച്ച് യൗവനത്തിന്റെ ആരംഭഘട്ടം വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളും തൊഴിലിനു വേണ്ടിയുള്ള അലച്ചിലും ക്ലേശങ്ങളും ഉണ്ടാകും. ഒരു 25-26 വയസ്സിന് ശേഷം ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയും ജീവിതത്തിൽ ഉയർച്ചകൾ, നേട്ടങ്ങൾ എല്ലാം വന്നു ഭവിക്കും. സാമ്പത്തികപരമായി വളരെ ശ്രദ്ധ ഇവർക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഒരു വീഴ്ച വന്ന അതിൽ നിന്നും കരകയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.